മിനിസ്റ്റർ രാജൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒല്ലൂരിലേക്കാണോ കടുവകൾ എല്ലാവരും കൂടി വരുന്നത്? ഈ കടുവകളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ജെയ്സൺ പറഞ്ഞതുപോലെ ഒരു സാധ്യതയുണ്ടോ നമുക്ക് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ കടുവകളെയും കരടിയൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് കൊണ്ടുവരണോ? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? അരുൺ, ഉറപ്പായിട്ടും ഞാൻ ആദ്യം തന്നെ റിപ്പോർട്ടറിന്റെ പ്രഭാത ചർച്ചയിലൂടെ അരുണിനെ ഒന്ന് കാണേണ്ട വലിയൊരു ഗംഭീരമായ കാഴ്ചയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. 350ഓളം ഏക്കറിൽ യഥാർത്ഥത്തിൽ സാധാരണ കൂടുകളുടെ വലിപ്പത്തിലല്ലാതെ ഏക്കർ കണക്കിന് ആവാസ ഇടങ്ങൾ ഓരോ മൃഗങ്ങൾക്കും പ്രത്യേകമായി തയ്യാറാക്കുന്ന ഒരു പ്രത്യേക ഓസ്ട്രേലിയൻ സൂ ഡിസൈനർ ആയിട്ടുള്ള ജോൺ കോ ഡിസൈൻ ചെയ്ത് കിഫ്ബിയുടെ ഫണ്ടിങ്ങോടെ നമ്മൾ തയ്യാറാക്കുന്ന 350 കോടി രൂപയോളം ചെലവഴിച്ച് തയ്യാറാക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു രാജ്യാന്തര പ്രശസ്തി നേടാൻ പോകുന്ന ഒരു പാർക്കാണ് സുവോളജിക്കൽ പാർക്ക്. ജെയ്സൺ ഇവിടെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രിയോടെ ഈ കടുവ വന്നതടക്കം 5 കടുവകൾ ഇത്തരത്തിൽ ഇപ്പോ അവിടേക്ക് വന്നു കഴിഞ്ഞു. സാധാരണ നിലയ്ക്ക് തൃശ്ശൂരുടെയും തിരുവനന്തപുരത്തെയും മൃഗശാലകളിൽ നിന്നും കേരളത്തിലെ പുറത്തുള്ള മറ്റു മൃഗശാലകളിൽ നിന്നും പിന്നെ നമ്മൾ അനിമൽ എക്സ്ചേഞ്ച് വഴി വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങളൊക്കെയാണ് ആധികാരികമായി അങ്ങോട്ട് വരിക എങ്കിലും ജെയ്സൺ ഇപ്പൊ വിശദീകരിച്ചതുപോലെ കേരളത്തിൽ കാട്ടിൽ നിന്ന് പിടികൂടുന്ന ശൗര്യമുള്ള മൃഗങ്ങളെ കൂടി അങ്ങോട്ട് കൊണ്ടുവരണമെന്ന ആശയം നമ്മളിപ്പോ എടുത്തിരിക്കുകയാണ്. 5 കടുവകളും ഒരു പുലിയും ഇപ്പോ കാട്ടിൽ നിന്ന് പിടിച്ചങ്ങനെ വന്നു കഴിഞ്ഞു. ആദ്യം ഒരു ഐസൊലേഷൻ സെന്ററിലാണ് പ്രവേശിപ്പിക്കുക. അവിടെ നിന്ന് പിന്നീട് ആവശ്യമായ വിധത്തിലുള്ള ട്രെയിനിങ് നടത്തി പിന്നീട് എക്സസൈസ് യാർഡിലേക്ക് ഇറക്കും. എക്സസൈസ് യാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ കൂട്ടായി താമസിക്കുന്ന പൊതു ഇടത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നായിരിക്കും കേവുകൾ എന്ന് പറയുന്ന ആവാസ ഇടങ്ങളിലേക്ക് സുവോളജിക്കൽ പാർക്ക് തുറക്കുമ്പോൾ നാട്ടിലെ ആളുകൾക്ക് കാണാൻ വേണ്ടി കൊണ്ടുവരിക. ഇതിനു മുമ്പ് കാസർഗോഡ് നിന്നൊരു പുലിയെ റിപ്പോർട്ടർ തന്നെ നേരത്തെ വിശദീകരിച്ചിരുന്നു. ആ പുലിയെയും കൊണ്ടുവന്നത് അവിടെയാണ്. കാലിനും നഖങ്ങൾക്കും ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഐസൊലേഷൻ കഴിഞ്ഞ് അടുത്ത ആഴ്ച എക്സൈസ് യാർഡിലേക്ക് ഇറക്കാം എന്ന വിധത്തിലായി. ആളുകൾ പറയുന്നത് പോലെ ഇങ്ങനെ അപകടകാരിയായിട്ടുള്ള മൃഗങ്ങൾക്കുള്ള ഒരു ദുർഗുണ പരിഹാര പാഠശാല കൂടിയായി പുത്തൂരിലെ ഗംഭീരമാവട്ടെ. മാത്രമല്ല നമുക്ക് കടുവയൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഇനി തൃശ്ശൂരേക്ക് മതിയ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറട്ടെ. താങ്ക് യു. സാധാരണ മൃഗശാലയിൽ നിന്ന് വരുന്ന പ്രാക്ടീസ് ചെയ്യപ്പെട്ട കടുവകളെ അല്ല, ഒറിജിനൽ ശൗര്യമുള്ള കാട്ടിൽ നിന്ന് പിടിക്കുന്ന കടുവകളെ തന്നെ. ഈ കൂടുകൾ ഈ കൂടുകൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മൃഗശാലയിൽ കാണുന്ന കൂടുകളല്ല, കാട് തന്നെയാണ്. ഓപ്പണായി കിടക്കുന്ന കൂടുകളാണ്. ഇടയിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറ്റാത്ത ചെറിയ നെറ്റും പിന്നെ കിടങ്ങുകളും മാത്രമാണ്. അപ്പോ അവർക്കും കാട്ടിൽ തന്നെ പ്രവേശിച്ച ഒരു ഫീലിംഗ് പൊതുവായിട്ടുണ്ടാകും. ആ ശൗര്യം കുട്ടികൾക്കും ആളുകൾക്കും കാഴ്ചക്കാർക്കും ഒക്കെ നേരിട്ട് കാണാൻ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വഴിയൊരുക്കും. ഓക്കെ, അപ്പോൾ കടുവകൾ കൊണ്ട് സമൃദ്ധമാവട്ടെ. ആ അർത്ഥത്തിൽ നാട്ടിലിറങ്ങുന്ന കടുവകളല്ല, സുവോളജിക്കൽ പാർക്കിലെത്തുന്ന കടുവകളെ കൊണ്ട് സമൃദ്ധമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു മിനിസ്റ്റർ കെ രാജൻ. അപ്പോൾ ഒല്ലൂര് മണ്ഡലത്തിലാണ് ഉള്ളത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അത് വിപുലീകരിക്കാൻ പോകുന്നു. ഇങ്ങനെ പിടികൂടുന്ന കടുവകളെ അവിടെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിനെ കുറിച്ചാണ് മിനിസ്റ്റർ രാജൻ പറഞ്ഞിരിക്കുന്നത്. അതും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കേരളം മുഴുവൻ ഒരു സുവോളജിക്കൽ പാർക്കായിട്ടും മാറും. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം കടുവയും പുലിയും ആനയും മാത്രം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും.